എങ്ങനെ ഉണ്ടാടാ? പൊന്നിന് ഇഷ്ടപ്പെട്ടോ? ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് പലർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇറച്ചിച്ചോറെന്ന് പറയുന്നത്, അല്ലേ? സാധാരണ നമ്മളെല്ലാവരും ബീഫും കൊണ്ടാണ് ഇറച്ചിച്ചോറ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിന്ന് ചിക്കനും കൊണ്ടാണ് ഇറച്ചിച്ചോറ് ചെയ്യുക. ഞാൻ ഇറച്ചിച്ചോറിന് വേണ്ടി ചിക്കൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ വലിയ കഷ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2 കിലോ അടുത്തുള്ള കോഴിയാണ്. നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകണം. ഇതിപ്പം നമ്മുടെ ഒരു രീതിക്കെന്ന് പറഞ്ഞാൽ ഒരു 8 പേർക്ക് കൊടുക്കത്തക്ക രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണമാക്കിയില്ല. ഏതായാലും കഴിക്കുമ്പോൾ വലുതായിട്ട് തന്നെ ഓരോ കഷ്ണം വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കാറ്. ഇപ്പോൾ ചെറിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കി എടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലൊക്കെ എടുത്ത പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ. ഇനി നമുക്ക് 1 കിലോ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണി അരി നമുക്കൊരു 3-4 പ്രാവശ്യം എങ്കിലും നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ലപോലെ കഴുകി വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ അരി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ചിക്കനും കൊണ്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇറച്ചിച്ചോറിന് ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലൂടെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യമേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിടുന്നത്. ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മസാലപ്പൊടിയാണ് വേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൽ ചിക്കൻ മസാല ആണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനിയും വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പം നാരങ്ങാനീരൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പിഴിഞ്ഞ് വയ്ക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ ആകുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തോട്ടും നമുക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തൽക്കാലം ഇത് ഇച്ചിരി ഇത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇച്ചിരി കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. ആദ്യമേ തന്നെ ഈ വെള്ളം തിളപ്പിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതങ്ങ് മാറ്റും. ഇനി നമുക്ക് കുറേ ദിവസമായി ചെമ്പിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ ചെമ്പിനകത്താണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത്. ഇത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. ഓയിലോ നല്ല നെയ്യോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് മസാലയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കണം. ഒരു 3 ഏലയ്ക്ക, ഒരു 3-4 ഗ്രാമ്പു, 2 ബേ ലീഫ്, ഒരു കഷ്ണം കറുവാപ്പട്ട. നമുക്ക് ഈ മസാലയൊക്കെ അങ്ങോട്ടിട്ട് കൊടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 3 കടം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നു. അതേപോലെ വലിയ കഷ്ണം 1 ഇഞ്ചി ഇത് നമ്മൾ ചതച്ചെടുത്തതാണ്. ഒരു 3-4 പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിക്കനും അരിയുടെ തോതനുസരിച്ച് വേണം ഇതൊക്കെ ചേർക്കാൻ. ഒന്ന് ഇളക്കി കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വലുത് നോക്കി ഒരു 3 സവാള ഇതേപോലെ കനം കുറച്ച് അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക. ആ സവാളയും കൂടെ ഇതിൻ്റെ അകത്ത് ഇതൊന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 തക്കാളിയും കൂടെ ഉണ്ട്. ആ തക്കാളി കൊടുക്കും. ഇനി ഇത് എല്ലാം കൂടെ ഒന്നിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടെ മതി. അതിനുശേഷം ഇളക്കി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇറച്ചിച്ചോറ് വെക്കുന്നൊന്ന് കാണിക്കണം. ബീഫാണെങ്കിലും ചിക്കനാണേലും ഒരേ രീതിയിൽ തന്നെയാണ് അത് ചെയ്തെടുക്കുന്നത്. ഇപ്പം ബീഫൊക്കെ ആകുമ്പോഴത്തേക്കും കുക്കറിൻ്റെ അകത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അകത്ത് ചിക്കൻ ആയതുകൊണ്ട് കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ സവോളയും
തക്കാളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇപ്പം സവോളയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മാത്രം സവോള ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് നേരെ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്ത് ഇട്ടു. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇത് നമുക്ക് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളം ഇതിനകത്ത് ഒഴിക്കണം. ഇനി ഈ വെള്ളം ഒരളവിന് വേണ്ടി എടുക്കുന്നതെന്നുള്ളത് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 1 കിലോ അരിക്ക് ഇതേപോലത്തെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ചിക്കൻ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ വെള്ളത്തിനും ഗ്രേവിക്കുമൊക്കെ ചോറിനും കൂടെ കൂട്ടിയുള്ള ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പോരാഴിക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് കുറച്ച് കുരുമുളകാണ്, ഒരല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുരുമുളകൊക്കെ ഉണ്ടാകും നല്ലതാണ്, ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ഒന്ന് കടിക്കുന്നു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കട്ടെ. ചിക്കൻ ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കണം. അതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ചിക്കൻ ഒരു പകുതി വേവാകട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. സമയമാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പം തീ കൂട്ടി തന്നെ വെച്ചിരുന്നത് കേട്ടോ. നോക്കട്ടെ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ബിരിയാണി അരി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഈ അരി ഏകദേശം അരമണിക്കൂറോളം വെള്ളത്തിൻ്റെ അകത്ത് കിടന്നാണ്. നേരത്തെ എടുത്ത നാരങ്ങയുടെ ബാക്കി. ഇപ്പോൾ ടോട്ടൽ നമ്മൾ ഒരു നാരങ്ങ എടുത്തിട്ടുള്ളൂ, ചെറുനാരങ്ങ. അതിൻ്റെ നീരും കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കും. ഇത് നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ്. നല്ലപോലെ തിളക്കട്ടെ. തിളച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം. ആദ്യം തിള ഇളക്കട്ടെ. കുറച്ച് സമയം ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഇളക്കി. വെള്ളം വറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ചോറ് വേകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ റെഡിയാവും. ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്താ പറയുക, ഇതിന് ഉപ്പ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് വെക്കേണ്ടതാണ്. നന്നായിട്ടൊന്ന് ഇളക്കുക. അടിക്കൊന്നും പിടിക്കാതെ വെള്ളം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഒരല്പം മല്ലിയിലയും ഇത്തിരി പുതിനയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി. ഇപ്പോൾ വെന്തിട്ടില്ല. ഈ തീ ഒന്ന് കുറച്ച് വെക്കും. തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു വെക്കും. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെന്തതിന് ശേഷം വേണം തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ ഇറച്ചിച്ചോറ് എവിടം വരെ നോക്കാം. വെള്ളമൊക്കെ അത് പറ്റിയോ നോക്കണം, അടിക്കൊക്കെ പിടിക്കാതെ നോക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴത്തെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടതേ, ഒരല്പ സമയം ഒന്ന് തുറന്നു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നമ്മൾ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ഇനി അടുപ്പൊക്കെ നിർത്താം. ഇപ്പോൾ വെള്ളമൊക്കെ അത് വറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ചിക്കൻ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ട എൻ്റെ മരുമോനുണ്ട്, മകളുണ്ട്, കൊച്ചുമോളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അഭിപ്രായം വിളമ്പട്ടെ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യണം.
ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ടേസ്റ്റ് കിട്ടും കേട്ടോ. കഷ്ണം കണ്ടോ? ഉച്ച സമയം വന്നോണ്ടേ എൻ്റെ പൊന്നിന്. അയ്യോ അവനൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് അത് അതിനകത്ത് കൊടുക്കും. നല്ല മണമല്ലേ സലാഡ് നിനക്ക് വേണോ സലാഡ്? അപ്പോൾ ചോറൊക്കെ റെഡിയാക്കി എല്ലാവരും കഴിക്കാതിരിക്കുകയാണ്. ഇത് നമ്മളെ സ്വന്തം അച്ചാർ. ഇത് മാങ്ങ അച്ചാറിന് പുറത്തൊന്നും പോകണ്ട, നമ്മുടെ അടിപൊളി അച്ചാറുണ്ടല്ലോ. ആ പൊന്നിന് വേണം മാങ്ങ അച്ചാർ. അച്ചാറിന്റെ ആളാ നോക്ക്. അച്ചാർ മാത്രം മതി. അന്നോട്ട് ഇട്ടേ ബിരിയാണി അല്ലേ തന്നെ അച്ചാർ മതി ചോറിൻ്റെ കൂടെ. കഴിച്ചിട്ട് പറ. സൂപ്പറായിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്ക്. അതിന്റെ ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ്, നല്ലൊരു ഇറച്ചി. കാര്യം ബിരിയാണിയൊക്കെ നമ്മൾ മിക്കപ്പോഴും ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ കാണിച്ചിട്ടില്ല. ചിക്കൻ റൈസ് നമ്മുടെ അച്ചാർ കൂടി അടിക്കണം അല്ലേ? എങ്ങനെ ഉണ്ടാടാ? ഇഷ്ടപ്പെട്ടോ? ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. ആ സലാഡ് കൂടി അടിക്കാൻ നല്ല അങ്ങനെയുണ്ട്. പൊന്നിന് ഇഷ്ടപ്പെട്ടോ? നല്ല കേട്ടോ. കഴിക്കത്തില്ല, ടേസ്റ്റ് ആക്കി മാത്രമേ കഴിക്കത്തുള്ളൂ. അല്ല എല്ലാരും ഉണ്ടാക്കി നോക്കിയാണ്. സൂപ്പറാ ബിരിയാണി. ബിരിയാണിയാണ് അല്ല, ചിക്കൻ റൈസ്. ചിക്കൻ റൈസ് സൂപ്പർ സൂപ്പർ. അപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുത്തേക്ക് ഇന്ന് കഴിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നല്ല രുചികരമായ ചിക്കൻ റൈസ് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.